ഇന്ന് ഞാനിവിടെ ആലു പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത്. അതിനായി ഞാനിവിടെ ഗോതമ്പ് പൊടി എടുത്ത് ആവശ്യത്തിന് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി ഇത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ തന്നെ നല്ല സോഫ്റ്റായി വരുന്നവരെ നമുക്ക് കുഴച്ചെടുക്കാം. കുറച്ച് സമയം എടുത്ത് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഒത്തിരി വെള്ളം ഒഴിച്ച് പെട്ടെന്ന് കുഴച്ചെടുക്കരുത്. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോഴാണ് ചപ്പാത്തിക്ക് നല്ലവണ്ണം സോഫ്റ്റ് ആവുന്നത്. അതുകൊണ്ട് നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇത് നല്ലവണ്ണം കുഴച്ചെടുക്കാം. ഇത് നല്ല സോഫ്റ്റ് ആവുന്നവരെ കുഴച്ചെടുക്കാം. ചപ്പാത്തി എന്നും കഴിച്ച് മടുത്താൽ ഇതുപോലെ വല്ലപ്പോഴും ഒന്ന് ഉണ്ടാക്കി നോക്കാം. കുട്ടികൾക്കും കൊടുക്കാം. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. ഞാനിവിടെ ഒരു ശകലം എണ്ണ ആഡ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. എണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലവണ്ണം ഒന്നുകൂടെ മയം കിട്ടും. നല്ല സോഫ്റ്റ് ആവുന്നവരെ നമുക്ക് കുഴച്ചെടുക്കാം. നിങ്ങളിതുപോലെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി നോക്കണം. ഞാൻ പ്രൊഫഷണലായിട്ടൊന്നുമല്ല ഇതുണ്ടാക്കുന്നത്. ഡെയിലി ചെയ്യുന്ന പോലെ തന്നെ ആട്ട കുഴച്ച് ഞാൻ മാറ്റി വെച്ചു. അതൊരു അരമണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വെക്കണം. അതിനുശേഷം ഞാൻ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. 2 ഉരുളക്കിഴങ്ങാണ് ഞാനിവിടെ എടുത്തത്. തീരെ എളുപ്പം ഉരുളക്കിഴങ്ങായതുകൊണ്ട് അതിൻ്റെ തൊലി പെട്ടെന്ന് വിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇച്ചിരി സമയമെടുത്താണ് ഇത് ഒന്ന് തയ്യാറാക്കിയെടുത്തത്. ഇതുപോലെ നിങ്ങളിത് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കുക. ഇനി അത് നല്ലവണ്ണം ഒന്ന് കൈ കൊണ്ട് ഉടയ്ക്കണം. പിന്നെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങുമ്പോൾ അധികം വെള്ളത്തിലിട്ട് പുഴുങ്ങാതെ അത് വേകാൻ വേണ്ടി മാത്രമുള്ള വെള്ളത്തിലിട്ട് പുഴുങ്ങുന്നതാണ് നല്ലത്. ഇതുപോലെ ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം ഉടച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ബാക്കി ചേരുവകളൊക്കെ ചേർക്കണം. അതിനായി ഞാനിവിടെ ആദ്യം സവാള ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പച്ചമുളക് ആവശ്യത്തിന് ചേർക്കുക. കുറച്ച് ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ്. അതിനുശേഷം മല്ലിയില ചേർത്ത് കൊടുത്തു. അതിനുശേഷം മുളക് പൊടി ചേർത്ത് കൊടുത്തു. ഉപ്പ് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഞാൻ ചേർത്തത് മാങ്ങയുടെ പൗഡറാണ്, ആംചൂർ പൗഡർ, മാംഗോ പൗഡർ. അതിനുശേഷം ഞാൻ അല്പം അയമോദവും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലവണ്ണം ഒന്ന് ഇനി ഇത് നമുക്കെല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഞാനിവിടെ നല്ലവണ്ണം കുഴച്ചെടുത്തിട്ടുണ്ട്. നേരത്തേക്ക് ആട്ടയൊന്ന് റെഡിയായി വന്നു. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇതൊന്ന് പരത്തിയെടുക്കാനായിട്ട്. ഇത് വലിയൊരു ടാസ്ക്കാണ്. ചപ്പാത്തിക്ക് എടുക്കുന്നതിലും ഇച്ചിരി കൂടെ വലിയ ഉരുളയായിട്ട് എടുക്കണം. കുറച്ചുകൂടി വലുപ്പത്തിൽ എടുത്തിട്ട് ഇതുപോലെ ഞാനിവിടെ ആദ്യം 2 എണ്ണമാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. ഇതുപോലെ നമ്മൾ പൊടിയിലൊന്ന് മുക്കിയതിന് ശേഷം ഇത്രയും വലുപ്പത്തിലൊന്ന് പരത്തുക. അത് നമുക്ക് എളുപ്പമാണ് പരത്താൻ. പക്ഷേ ഇനി മസാല ചേർത്തിട്ട് പരത്തുന്നതാണ് വലിയൊരു ടാസ്ക്. ഇതുപോലെ മസാല അകത്ത് വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്ത് ബാക്കി വന്ന ആട്ട ഞാൻ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. അന്നേരം അവിടുത്തെ ആ ഷേപ്പ് ഇച്ചിരി വ്യത്യാസം വരും. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഇതുപോലെ പരത്തിയെടുക്കണം. പക്ഷേ ഈ മസാല വെച്ചിട്ട് പരത്തുമ്പം അല്പം പതുക്കെ വേണം പരത്താൻ. പെട്ടെന്ന് നമുക്ക് റൗണ്ട് ആക്കി എടുക്കാൻ പറ്റത്തില്ല. ഇതുപോലെ പതുക്കെ ഒന്ന് പരത്തിയെടുക്കാം. ഒരു സൈഡ് മാത്രം പരത്തിയാൽ മതി. പിന്നെ സൈഡ് കട്ടി കൂടുതലാണെങ്കിൽ സൈഡ് പരത്തി പോകുമ്പോൾ അതിൻ്റെ കട്ടി കുറഞ്ഞ് കിട്ടും. ഇനി ഇത് ഞാൻ തവ അടുപ്പേ വെച്ചതിന് ശേഷമാണ് ഇത് പരത്താൻ തുടങ്ങിയത്. തവയിലിട്ടിട്ട് ഇനി നമുക്ക് ചുട്ടെടുക്കാം. നിങ്ങൾക്ക് എണ്ണ വേണമെങ്കിൽ എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അല്പം ബട്ടറാണ് ചേർത്തത്. അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എണ്ണയിലോ ബട്ടറിലോ ഒക്കെ ചുട്ടെടുത്ത് ഉപയോഗിക്കാം. ഞാൻ അടുത്തതുകൂടി പരത്തിയെടുക്കുന്നുണ്ട്. കുറച്ച് സമയം എടുക്കുമെങ്കിലും നല്ല ടേസ്റ്റായിട്ടുള്ള ഒന്നാണ്. ഇത് ചട്നിയുടെ കൂടെയോ ടൊമാറ്റോ സോസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ തൈരിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാവുന്ന നല്ല ഒന്നാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിച്ച് കഴിക്കാം. ഇതുപോലെ രണ്ടാമത്തേത് ഞാനിതുപോലെ പരത്തിയെടുക്കുന്നുണ്ട്. മസാല വെച്ചതിന് ശേഷം പരത്തുന്ന ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത് സൂക്ഷിച്ച് പരത്തുക, അല്ലെങ്കിൽ പൊട്ടിപ്പോകും അത്. ഇതുപോലെ പതുക്കെ പരത്തിയെടുക്കുക. സൈഡ് ആദ്യം ഒന്ന് പരത്തി കൊടുക്കുക. കാരണം അതിൻ്റെ സൈഡിൽ കട്ടി കൂടാതെ സൈഡും ഒന്ന് പരത്തി കൊടുക്കുക.
പിന്നെ എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് സംസാരിക്കാൻ അറിയില്ല. എൻ്റെ സംസാരത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളത് അറിയിക്കണം. ഞാനിവിടെ ബട്ടർ ചേർത്ത് കൊടുത്തു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ അഭിപ്രായം അറിയിക്കണം. തുടർന്നും എൻ്റെ വീഡിയോ കാണുക.